ഹറമിൽ നടന്നൊരു ചെറിയൊരു സംഭവം ഞാൻ പറയാം. സാലിഹായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, വളരെ ഫക്കീറാണ്, വളരെ ദാരിദ്ര്യം വന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം വീട്ടിലേക്ക് പോയി, ജോലിയൊന്നും കിട്ടിയില്ല. വീട്ടിൽ പോയപ്പോൾ ഭാര്യ പറഞ്ഞു, ഒന്നുമില്ല ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും എന്തോ ജോലി ചെയ്തിട്ട് എന്തെങ്കിലും കൊണ്ടുതരണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരുന്നത്. അദ്ദേഹം മാർക്കറ്റിലൊക്കെ പോയി ജോലിക്ക് വേണ്ടി പോയി, ഇവിടുന്ന് ഒരു ജോലിയും കിട്ടിയില്ല. അദ്ദേഹം നേരെ ഹറമിലേക്ക് പോയി, 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് നല്ലപോലെ ദുആ ചെയ്ത് ഹറമിന്ന് പുറത്തിറങ്ങുമ്പോൾ 1000 ദീനാർ കൺമുമ്പിൽ കാണും. അദ്ദേഹം അതെടുത്ത് അദ്ദേഹം സന്തോഷത്തോടുകൂടി ഭാര്യൻ്റെ അടുത്തേക്ക് പോയി. ഭാര്യനോട് എനിക്ക് ഹറമിന്ന് വീണ് കിട്ടിയ പൈസ 1000 ദീനാർ, 1 2 ഒന്നല്ല, അന്നത്തെ വലിയ പൈസയാണത്. ഭാര്യ പറഞ്ഞു, ഞാൻ ഈ ചരിത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഭാര്യയുടെ വാക്കാണ്. ഭാര്യ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾ ഇത്രയും വലിയ തുക കിട്ടിക്കഴിഞ്ഞാൽ ഇടണം, പരസ്യത്തിലിടേണ്ടത്, അത് പരസ്യത്തിലിടാനാണല്ലോ വേണ്ടത്. അവിടെ നിങ്ങൾ ഹറമിൻ്റെ പരിസരത്ത് പറ്റി ഇതിങ്ങനെ 1000 ദീനാർ കിട്ടിയിട്ട് ഇതിൻ്റെ ആളാരം കൊണ്ടുവന്ന് ചോദിച്ച് നടക്കുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടിയാണ് പോയത്. തിരിച്ച് അദ്ദേഹം ഹറമിലേക്ക് പോയി ആ 1000 ദീനാർ ഉണ്ടോ ചോദിച്ചപ്പോൾ ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, ഞാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയാം സഹോദരന്മാരെ, അവിടുത്തെ ഗവർണർ ഹറമിൽ നിന്നൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിക്കുന്ന ഒരു സത്യസന്ധന്മാരായിരിക്കും, അങ്ങേ സത്യസന്ധന്മാരായിരിക്കും. ഈ സത്യസന്ധത ഉള്ള ഒരാളെ തിരഞ്ഞു നടക്കണം അവിടുത്തെ ഗവർണർ. ആ ഗവർണർ ഇയാളെ ഏൽപ്പിച്ചെന്ന് 1000 ദീനാർ അവിടെ ഇടാൻ. ഈ 1000 ദീനാർ ആര് നിങ്ങൾക്ക് തിരിച്ചു തരുന്നോ ബാക്കി 9000 ദീനാർ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം 1000 ദീനാർ കൊടുത്തപ്പോൾ 9000 ദീനാർ ഇങ്ങോട്ട് കൊടുത്തു. സംഭവങ്ങൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഏറ്റവും നല്ല സത്യസന്ധനായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, സെക്കൻഡുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം വലിയ ധനികനായി മാറി എന്നുള്ളത്. ഇതാരാ ചെയ്തത് സഹോദരന്മാരെ? യുദബ്ബിറുൽ അംറ മിനസ് സമാ, അള്ളാഹു ആകാശ ലോകത്ത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത്, അടുത്ത സെക്കൻഡിൽ നമുക്ക് കിട്ടാനുള്ള നിഅമത്ത് തട്ടിക്കളയാൻ മാത്രം നമ്മളെ പാപങ്ങൾ കടുപ്പപ്പെട്ടതാണ്. ذلك بأن الله لم يكن مغيرا نعمة أنعمها حتى يغيروا ما بأنفسهم. നമ്മൾ ഇപ്പോൾ ഒരു തിന്മ ചെയ്യണം, പക്ഷേ നമുക്കറിയില്ല അടുത്ത സെക്കൻഡ് വലിയൊരു നന്മ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് നിശ്ചയിച്ച അള്ളാഹു തആല അങ്ങനെ നീക്കിക്കളയും. നിഅമത്തുകൾ തടയപ്പെടുന്നത് പാപം കൊണ്ടാണ്.